Hi dudes, ടെക്കിൻ്റെ പുതിയ വീഡിയോയ്ക്ക് ഒരു അൺബോക്സിംഗ് വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി F41 അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ദിവാലി സെയിൽ, ലേറ്റസ്റ്റ് ആയിട്ട് ദിവാലി സെയിൽ വന്നതിലെടുത്ത ഫോണാണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇതിന് അൺബോക്സിംഗ് ചെയ്യാൻ പോണേ. നമ്മുടെ കൂടെ നമ്മുടെ അലക്സ ഉണ്ട്. അലക്സ, ഹായ്. Hello from the other side. If you're looking Alexa, for stop. some love. അപ്പോൾ നമുക്ക് ഡൗട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലക്സയുടെ അടുത്ത് നമുക്ക് ചോദിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വെറൈറ്റി അൺബോക്സിംഗ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒട്ടും സമയം കളയേണ്ട, ലെറ്റ്സ് ഡു ഇറ്റ്. സാംസങ് ഗാലക്സി F41 ബോക്സ് നമുക്ക് ആദ്യം നോക്കാം. ചെറിയൊരു ബോക്സാണ്, അത്ര വലിയ വലിപ്പമുള്ള ബോക്സ് ഒന്നുമല്ല, ചെറിയൊരു ക്യൂട്ട് ബോക്സാണ് തന്നിരിക്കുന്നത്. F41 എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 64 മെഗാ പിക്സൽ ക്യാമറ ആൻഡ് 6000 mAh ബാറ്ററി, സൂപ്പർ AMOLED സ്ക്രീൻ, ഇത്രയും ഡീറ്റെയിൽസാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. യെസ്, ഓപ്പൺ. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ സാംസങ് ഗാലക്സി F41 ആണ് ഇരിക്കുന്നത്. ഫോൺ ജസ്റ്റ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ചാർജർ കേബിൾ വരുന്നത് USB Type C ആണ്. അതുപോലെ തന്നെ ചാർജർ എത്ര വാട്ടാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്തായാലും ഈ ഐറ്റംസൊക്കെ മാറ്റി വെച്ചിട്ട് ഫോൺ നമുക്ക് നോക്കാം. അപ്പോൾ കേസ് ഐറ്റംസ് ഒന്നും വരുന്നില്ല കേട്ടോ ഫോണിൻ്റെ കൂടെ. കേസ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. വേറൊരു കേസ് വിട്ടുപോയി. ഇവിടെ കുറച്ച് പേപ്പർ വർക്ക്സ് ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. സിം ഇജക്ഷൻ ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പേപ്പർ ഐറ്റംസ് കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, ക്വിക്ക് ഗൈഡ്, സ്റ്റാർട്ട് ഗൈഡ് ഐറ്റംസ്, വാറൻറ്റി കാർഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഫോൺ നോക്കാം. ഫോൺ നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, റിമൂവ്. ബ്ലാക്ക് കളറായിട്ടുള്ള ഫോണാണ്. പക്ക ബ്ലാക്ക് എന്ന് പറയാൻ വലിയ ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലുക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ക്യാമറയുടെ കേസാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചത്. ക്യാമറ ബൾജ് ചെയ്തിട്ടില്ല. നമ്മുടെ M31S ഒക്കെ ബൾജ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ F41 ക്യാമറ സൈഡ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡിസൈനിൻ്റെ കേസിൽ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഓവറോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് അലക്സ, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് സാംസങ് ഗാലക്സി F41? The Samsung Galaxy F41 weighs 191 grams. It is 15.9 Alexa, stop. centimeter. അപ്പോൾ വെയിറ്റിൻ്റെ കേസ് വരുമ്പോൾ അലക്സ പറഞ്ഞ പോലെ 192 grams ആണ് വരുന്നത്. ബട്ട് വെയിറ്റ് ബാലൻസിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സാംസങ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ബാലൻസിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഫീലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഹാൻഡ് ഫീൽ തന്നെ സാംസങ് നമുക്ക് ഈ ഫോണിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്കിൻ്റെ കേസായാലും ഒരു കർവ് ഡിസൈനാണ് വരുന്നത്. കേട്ടോ, കർവ് ഡിസൈനാണ് വരുന്നത്. മൊത്തത്തിൽ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഡിസൈൻ്റെ കേസിൽ ചെറിയ ഡിഫറൻസുകളാണ് വരുത്തിയിട്ടുള്ളൂ. എന്നാലും ചെയ്തേക്കുന്ന കേസൊക്കെ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണാണ് വരുന്നത്. ഈ സൈഡിൽ ഒരു സിം ട്രേ മാത്രമാണ് വന്നിരിക്കുന്നത്. സിം ട്രേ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, 2 സിം പ്ലസ് 1 ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ടാണ്. അതിന് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. വാജിയൊക്കെ ആണെങ്കിൽ നമുക്ക് അടിയിലേക്ക് വരുമ്പോൾ ബോട്ടം സൈഡ് 3.5 ഹെഡ് ജാക്ക് വരുന്നുണ്ട്. Type C ആൻഡ് മൈക്ക്, സ്പീക്കർ വീൽസ്, ഒരു സ്റ്റീരിയോ സ്പീക്കർ അല്ല വരുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കേഴ്സാണ് വന്നിരിക്കുന്നത്. സൈഡ് ഫിംഗർ പ്രിൻ്റ് അല്ല, ബാക്കാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത്. ഇത്രയും കേസസാണ് പോർട്സ് ആൻഡ് ബട്ടൺസിൽ പറയാനായിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ സാംസങ് ഗാലക്സി F41 ഡിസ്പ്ലേ നോക്കാം. അലക്സ, സാംസങ് ഗാലക്സി F41 സ്ക്രീൻ സൈസ്. The Samsung Galaxy F41 has a 6.4-inch display. അപ്പോൾ സാംസങ് ഗാലക്സി F41 6.4 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ലാഗ് ഇഷ്യൂസ് ഒന്നും വരുന്നത് കാണുന്നില്ല. എന്തായാലും നമുക്ക് ഡിസ്പ്ലേ സെക്ഷൻ നോക്കാനായിട്ടൊരു വീഡിയോ പ്ലേ ചെയ്ത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. വ്യൂയിങ് ആംഗിൾസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കാണാനായിട്ട് തന്നെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ ബ്യൂട്ടി ഡിസ്പ്ലേ ആണ്. കണ്ടോ, നല്ല രസമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സാംസങ് ഡിസ്പ്ലേയുടെ കേസിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ടോപ്പ് തന്നെയാണ്. അവർ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. നൈസ് ഡീസൻറ്റ് ഡിസ്പ്ലേ. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഫാൻസിയസിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യാം.
city lights on the other side. You're calling me out at the same time. I'm in the daylight. You're calling to say hi, but your words they cry. If there's something that you need to say, I know. നൈസ് ഓഡിയോ ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് നമ്മുടെ സാംസങ് ഗാലക്സി F41 ക്ലിസ്റ്റർ ക്ലിയർ സൗണ്ടാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കേസിലും അതുപോലെ ഡിസ്പ്ലേയുടെ കേസിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കിനി ഏത് വെർഷനിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. ബോട്ട് ഫോൺ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ 10 വർക്ക് ചെയ്യണത്. ആൻഡ്രോയിഡ് 10 വർക്ക് ചെയ്യണത്. 11 വന്നിട്ടില്ല. 1 UI കോറിലാണ് ഇവരുടെ UI വരുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പാച്ച് ലെവൽ ലേറ്റസ്റ്റ് ആയിട്ട് 1 August 2020 അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും കേസസ് ആണ് ഉള്ളത്. നമുക്കിനി ഇതിൻ്റെ സെൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് നോക്കി നോക്കാം. ഓക്കെ, ഒരു 0.2 seconds ഒക്കെ പിടിക്കുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്ന് ലോഡ് ആവാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫേസ് അൺലോക്ക് നോക്കാം. ഫേസ് അൺലോക്ക്. ഓക്കെ, ഫേസ് അൺലോക്ക് കുറച്ചും കൂടി ഫാസ്റ്റാണ് കമ്പാരിറ്റീവ്ലി ഫിംഗർ പ്രിൻറ്റിനേക്കാളും ഒരു പൊടിക്ക് ഫാസ്റ്റാണ്. സ്വൈപ്പ് ടു ലോക്ക് ഇട്ടാകൊണ്ടാണ് ചെറിയ ലാഗ് ഫീൽ ചെയ്യണേ. നമുക്കിനി ക്യാമറ നോക്കാം. ബാക്ക് സൈഡിൽ വരുന്നത് ട്രിപ്പിൾ ക്യാമറയാണ്. 64 MP മെയിൻ ക്യാമറ, 8 MP ക്യാമറ ആൻഡ് 5 MP ക്യാമറ. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 32 MP ഒരു ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അപ്ലിക്കേഷൻ എടുത്ത് നോക്കിയിട്ട് വീഡിയോ എന്തോരം വരെ ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സെറ്റിങ്സ്. നമുക്ക് റിയർ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴും 4K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കേസസാണ് ക്യാമറയിൽ വരുന്നത്. ആപ്ലിക്കേഷൻസിൽ വേറെ ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടൊന്നുമില്ല. The Samsung Galaxy F41 has the following basic specs: 64 megapixels rear camera, 32 megapixels front camera, 6.4 inches display. ഓക്കെ, അതുമാത്രമല്ല നമ്മുടെ സാംസങ് ഗാലക്സി F41 വേറെ ഫീച്ചേഴ്സ് വരുന്നത് 6000 mAh ഒരു ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൂടി ബോക്സിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വേറെ ഏറ്റവും വലിയ കേസാണ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സാംസങ് ഗാലക്സി F41 ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കളേഴ്സ് വരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റിയുടെ കേസ് ആയാലും കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള സാംസങ്ങിൻ്റെ ഫോൺസൊക്കെ അൺബോക്സിങ് ചെയ്ത് വീഡിയോ എടുക്കണേക്കാളും കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആൻഡ് നൈസായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്ന കളർ ടൂൺസൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. ഞാനിപ്പോൾ ഈ ഫോൺ എടുത്തിരിക്കുന്നത് 16,000 രൂപീസിനാണ്. 15,000 രൂപീസിനാണ്. 15,000 രൂപയ്ക്ക് 6GB 64GB വേരിയൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേ കേസാണ് നമ്മൾ ബാക്ക് ക്യാമറ വെച്ചിട്ട് വീഡിയോ വിഷ്വൽ ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. സാംസങ് ഗാലക്സി F41 മെയിനായിട്ട് പറയാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫീച്ചർ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നിയത് നല്ലൊരു ക്യാമറ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓഡിയോ ക്വാളിറ്റി കേസായാലും ഡിസ്പ്ലേ കേസായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആ കൂടി ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ പ്രൊസസ്സർ സൈഡിൽ നിന്നാണ്. 9611 ആണ് യൂസ് ചെയ്തേക്കുന്ന പ്രൊസസ്സർ. സാംസങ് ഗാലക്സി M31 M31s അതുപോലെ അങ്ങനെ M30s യൂസ് ചെയ്യുന്ന സെയിം പ്രൊസസ്സറാണ് Exynos 9611. അതൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി പെർഫെക്റ്റ് ആയതിനെ. പക്ഷേ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ചും കൂടി ഡിഫറൻസ് അവർ കൊടുക്കുന്നു. 15,000 രൂപീസിനാണ് ഈ ഫോൺ വരുന്നത്. M31നും M31s കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് സെഗ്മെൻറ്റ് കുറച്ച് ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ആ ലിങ്ക് വെച്ച് ഫോൺ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.